ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി തിരക്കഥ ഇറക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത് വിസ്മയ മോഹൻലാലാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണി, മോഹൻലാൽ, സായി കുമാർ, മനോജ് കെ ജയൻ, കെ ബി ഗണേഷ് കുമാർ, ജാഫർ ഇടുക്കി, ജയ കുറുപ്പ്, മിയ ജോർജ്, ചിപ്പി എന്നിങ്ങനെ നല്ലൊരു താരതയും ഈ സിനിമയിലുണ്ട്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 2,62,00,000 രൂപയാണ് നേടിയെടുത്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 40 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 3,02,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് ഇന്നലെ കളക്ട് ചെയ്തത് 3,91,00,000 രൂപയാണ്. ഇതിൽ 2,90,00,000 രൂപയും GCCയിൽ നിന്നാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 6,93,00,000 രൂപയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനും റിപ്പോർട്ട് ചെയ്തതിനും അപ്പുറമുള്ളൊരു കളക്ഷനാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. ഇനി രണ്ടാം ദിവസമായി ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 3,40,00,000, 3,50,00,000 റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 6 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 7,5-8 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 14,5-15 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് തകർപ്പൻ കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് DC. ലോകേഷ് കനകരാജ് നായകനായി, അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകളിലായിട്ടാണ് തിരഞ്ഞെടുത്തിയത്. വാമിക ഗബി, സഞ്ജന കൃഷ്ണമൂർത്തി, തലൈവാസൽ വിജയ്, അവിനാശ് രഘുദേവൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തമിഴ്നാട് ഓപ്പണിംഗായി നേടിയെടുത്തത് 2,14,00,000 രൂപയായിരുന്നു. കർണാടകയിൽ 69 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 1 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആന്ധ്രയിൽ 57 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 56 ലക്ഷം രൂപ നേടിയെടുത്തിരുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 53 ലക്ഷം ഉൾപ്പെടെ 5,49,00,000 രൂപയാണ് ആദ്യ ദിവസത്തെ ഇന്ത്യ ഗ്രോസ്. വിദേശത്തും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 2,37,00,000 രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി 7,86,00,000 രൂപയാണ് DC നേടിയെടുത്തത്. അതേസമയം രണ്ടാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ കളക്ഷനാണ് സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 1.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് 2 കോടി റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ 5.5 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് 9.5-10 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 18 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. കുഞ്ചാക്കോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ജൂലൈ 31 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഉന്മാദം. സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 9-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ 3,96,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തത്. ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ ഈ സിനിമ 4,10,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 5,95,00,000 റേഞ്ചിലുമാണ്. ജൂലൈ 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. ഈ സിനിമ 9-ാം ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 1,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് 1,27,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 10-ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 1,32,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 1,65,00,000 റേഞ്ചിലാണ്. ദളപതി വിജയന്റെ ജനനായകൻ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 16 ദിവസം കൊണ്ട് 16,55,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 1,05,00,000 രൂപയായിരുന്നു. അങ്ങനെ 16 ദിവസം കൊണ്ട് 149,02,00,000 രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. എന്നാൽ 17-ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ 2-2.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ തമിഴ്നാട്ടിൽ സിനിമ 151 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 16 ദിവസത്തെ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 237,11,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് 328,11,00,000 രൂപയുമായിരുന്നു. ഇന്ന് ശനിയാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 17 ദിവസം കൊണ്ട് 331 കോടി റേഞ്ചിലാണ് ജനനായകൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.